പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് ഡയറ്റിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തയ്യാറാക്കാം. ഒരു വെജിറ്റബിൾ സലാഡാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 4 മഷ്റൂം എടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അത് റെഡ് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, യെല്ലോ കളറുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, കുറച്ച് ബ്രൊക്കോളി. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കില്ല, നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇല്ല, അതിൽ താഴെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. മാക്സിമം ഓയിൽ കുറച്ചാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂണിനേക്കാൾ കുറവാണ് ചേർത്തേക്കുന്നത്. ഇത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടിയാലും അല്പം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വന്നോട്ടെ, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിൽ അത്യാവശ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് ഞാൻ മഷ്റൂം ചേർത്ത് കൊടുക്കുവാണ്. ബ്രൊക്കോളി, 3 കളറിലുള്ള ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പിഞ്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റ് എത്രയാണോ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇളക്കി കൊടുത്ത് തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. ഒരുപാട് സമയം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തിപ്പോൾ ചിക്കൻ ചെറിയ സ്ലൈസായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ല ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി പനീർ വേണമെങ്കിൽ അതും ചെറിയ ക്യൂബായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിത് സെർവ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, ഒറിഗാനോയുടെ ടേസ്റ്റ് കുറച്ച് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്യാം. ഡയറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല ഹെൽത്തി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ബൈ.